ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിപിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത്, നീ എന്നെ ഡൗട്ട് ചെയ്യല്ലേ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നീ എന്നെ ഡൗട്ട് ചെയ്യരുതേ എന്ന് പറയുന്നു. എന്താ നോക്കിയാലോ. Sword, 4 of Wands, Empress, 6 of Swords, King of Swords, Chariot, King of Cups, Three of Pentacles, Hanged Man, Queen of Pentacles, Six of Wands, Magician, Ace of Cups, Seven of Pentacles, Seven of Cups, Eight of Pentacles, bottom. ഫസ്റ്റ് തന്നെ Eight of Swords ആണ്. Eight of Swords എന്ന് വെച്ചാൽ ഒരു ഒതുങ്ങി, നമ്മുടെ സ്വന്തം ലോകത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നൊരു വ്യക്തിയാണ്. എന്നിലേക്ക് തന്നെ ഒതുങ്ങി, ഒരു ലോകവും രക്ഷിക്കാതെ അവനെ തന്നെ ഒതുങ്ങി, ഒരു നിയന്ത്രണത്തിൽ, തടവിൽ ആയ പോലെ. നിങ്ങളെ തന്നെ തിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. ആ വ്യക്തിക്ക് വേണമെങ്കിൽ കെട്ടഴിച്ച് വരാം, പക്ഷെ ആ വ്യക്തി ഞാനിങ്ങനെ ഒരു സ്റ്റക്കിലാണ്, ഞാനിങ്ങനെ ബന്ധനത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, മറ്റൊരാളുടെ കൺട്രോളിൽ. ചിന്തയായാലും എല്ലാം ഒരു കൺട്രോളിൽ കിട്ടും. ഹൃദയം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഹൃദയം ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അത്രയും ഇഷ്ടമാണ്. പാസ്റ്റിലുണ്ടായ ആ സംഭവം വീണ്ടും വന്നാലോ എന്ന് ആ വ്യക്തി ഭയക്കുന്നു. ആ വ്യക്തി പറയുന്നത്, എൻ്റെ ലൈഫിന്റെ താക്കോല് നിന്റെ കൈകളിലാണെന്നാണ് പറയുന്നത്. ആ വ്യക്തിനെ ആ തേർഡ് പാർട്ടി എന്തോ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. എന്താണെന്ന് ഇങ്ങോട്ട് നോക്കാം നമുക്ക്. തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ ഉള്ളൊരു വ്യക്തി തന്നെയാണിത്. അടുത്തത് 4 of Wands ആണ്. തുടക്കത്തിലെ സക്സസ് നേടി വരുന്ന ഒരു സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ. ഇവിടെ Ace of Cups ഉണ്ട്, എംബറസ് ഉണ്ട്. അപ്പം 4 of Wands എന്ന് പറഞ്ഞാൽ ഒരു സോൾ കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആഗ്രഹങ്ങളെല്ലാം അച്ചീവ് ചെയ്യും ആ വ്യക്തി. സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി. സെലിബ്രേഷൻ, മാരേജ്, ഹാപ്പി ഫാമിലി, ബ്ലെസ്സിങ്, മാരേജ് എല്ലാം പറയുന്നൊരു കാർഡാണ് 4 of Wands. അടുത്തത് എംബറസ്. എംബറസ് ആണ്, എൻ്റെ എംബറസ് ആണ്, നീ എൻ്റെ എംബറസ് ആണ്. എംബറസിന്
ഒരു സോൾ ടു സോൾ കണക്ഷനാണ്. എൻ്റെ ലൈറ്റാണ്. ഒരു മാതൃത്വം നിറഞ്ഞ സ്നേഹം തന്നതാണ്. സമൃദ്ധി, ബാലൻസ്, ധനം, അബണ്ടൻസ്, സെൽഫ് ഗ്രോത്ത്, എല്ലാം മാനസികമായിട്ട് വാല്യബിളായ ഒരു വ്യക്തിയാണ്. ബ്ലെസ്സിങ്, സോൾ ടു സോൾ കണക്ഷനാണ്. നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ്. അൺകണ്ടീഷണലി ലവ് തരുന്നൊരു അത്രയും ആ കൊടുത്ത സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുന്നു. അത്രയും ദൈവാനുഗ്രഹമുള്ളൊരു ബന്ധമാണിത്. എൻ്റെ എംബറസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈറ്റാണ്. എൻ്റെ യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റാണ്. അത്രയും ഒരു മാതൃത്വം നിറഞ്ഞ സ്നേഹം തന്ന ആണ് എന്നൊക്കെ ആ വ്യക്തി ഓർക്കുക. അടുത്തത് 6 ഓഫ് സോഡാണ്. 6 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ മറന്ന് മുന്നോട്ട് പോകുന്നു. ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു ലക്ഷ്യം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിനാണ് കാണുന്നത്. അടുത്തത് കിങ് ഓഫ് സോഡാണ്. കിങ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ പവർഫുൾ, സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ത് കാര്യവും ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്കൊരു ക്ലാരിറ്റി എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം ഭയങ്കര ഈഗോ ഉള്ളൊരു പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ബന്ധം വീണ്ടും തളർത്ത് കൊണ്ടുവരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എന്തു കാര്യവും സത്യസന്ധമായിട്ട് എല്ലാ കാര്യവും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്തത് ചാരിയറ്റാണ്. ഒരു വിജയം, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുവാണ് ആ വ്യക്തി. ഒരു മുന്നോട്ടേക്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് കുതിക്കുന്ന ഒരു രാജകുമാരനെയാണ് ഇവിടെ കാണുന്നത്. രാജകുമാരനെ പോലെ നിങ്ങളിലേക്ക് വരാൻ, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വെച്ച കാല് പിന്നോട്ടില്ല. അത്രയ്ക്കും മനസ്സിന്റെ അത്രയും ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിന്റെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി മുന്നിട്ടിറങ്ങിയാണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരണോ എന്നെല്ലാം ചിന്തിച്ച് ആ വ്യക്തി ഒരു തീരുമാനത്തിലെത്തി നിങ്ങളിലേക്ക് വരുവാന്നുള്ള കുറച്ച് തീരുമാനമായിട്ട് ആ വ്യക്തി വരുവാണ്. അടുത്തത് കിങ് ഓഫ് കപ്പാണ്. കിങ് ഓഫ് കപ്പ് സ്നേഹത്തിൽ വിജയിച്ചൊരു വ്യക്തി, സ്നേഹത്തിൻ്റെ രാജാവ്. ദീർഘവീക്ഷണത്തോടുകൂടെ ആർഭാടമായിട്ട് നിങ്ങളെ നേടണം, നിങ്ങളുടെ സ്നേഹം നേടണം. വളരെ ഫീലിങ്സാണ് നിങ്ങളോട്. അത്ര ഫീലിങ്സോട് കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത്രയും കെയറിങ് ആണ് അത്രയും നിങ്ങളെ ഓമനിച്ച് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിൽ ഒരുപാട് സ്നേഹമാണ്, ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും എല്ലാം. പഴയ കാര്യം ഓർത്ത് വിഷമിക്കുന്നുണ്ട്. എൻ്റെ സാഹചര്യം കൊണ്ടാണ് എന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. എന്താണ്? എത്ര തല്ലിപ്പിരിഞ്ഞാലും സ്നേഹം കൂടുകയുള്ളൂ എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങളോട്. ആ വ്യക്തിയുടെ സിറ്റുവേഷൻ കാരണമാണ് എന്ന് പറയുന്നുണ്ട്. നീ എന്നെ ഡൗട്ട് ചെയ്യല്ല എന്നല്ലേ നമ്മുടെ ടോപ്പിക്ക്. നീ എന്നെ ഡൗട്ട് ചെയ്യല്ല, എൻ്റെ സാഹചര്യം കൊണ്ടാണ്, നീ എന്നെ ഡൗട്ട് ചെയ്യല്ല. ആ വ്യക്തിയുടെ സിറ്റുവേഷൻ കാരണം പലരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും എല്ലാം ചെയ്യേണ്ട ജോലിയാവാം ആ വ്യക്തിയുടേത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. ആ വ്യക്തിയുടെ ജോലി എന്ന് പറഞ്ഞാൽ പലരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, പലരുമായിട്ട് ഒന്നിച്ച് യാത്രകൾ വേണ്ടി വരും, അങ്ങനെയെല്ലാം ഉള്ള ജോലി ആവാം ആ വ്യക്തിയുടെ. അപ്പം അതാണ് ആ വ്യക്തി പറയുന്നത്, എന്നെ നീ ഡൗട്ട് ചെയ്യല്ലേ, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജോലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. നിങ്ങളൊന്നും പറയുന്നില്ല, ഒന്നും പറയില്ല. നിങ്ങൾക്ക് ദേഷ്യം തോന്നുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കും, ആ വ്യക്തിയോട് മുഖം വരെ കൊടുക്കൂല, അങ്ങനെ മാറി നിൽക്കും. അത് ആ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങളോട്. ഇത്രയും നിങ്ങൾ ചില സമയങ്ങളിൽ സെപ്പറേറ്റ് ആവുന്നുണ്ട്. ഈ പ്രശ്നം കാരണം നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആവുന്നുണ്ട്. അതല്ല, ആ വ്യക്തി ചിന്തിക്കുകയാണ് ഇതൊക്കെ എൻ്റെ കർമ്മയാവാം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. യൂണിവേഴ്സ് തന്നെ തരുന്നതാവാം ഇങ്ങനത്തെ വേദന എന്ന് ആ വ്യക്തി ചിന്തിക്കുക. ആ വ്യക്തിയെ അട്രാക്ട് ചെയ്യാൻ ആൾക്കാർ ഉണ്ടാവാം. ജോലി സ്ഥലത്തും മറ്റും കാണാൻ നല്ല സ്റ്റൈലെല്ലാം ഉള്ള വ്യക്തികളാകുമ്പം അട്രാക്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവാം. പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് തന്ന ആ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ഇവിടെ കാണുന്നത്. ആ വ്യക്തി നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മാത്രമുള്ള സ്ഥാനമാണ്. അത് വേറൊരാൾക്ക് കൊടുക്കാൻ ആ വ്യക്തിക്ക് ഇഷ്ടമല്ല. ആ സ്ഥാനം വേറൊരാൾക്ക് കാണുന്ന പോലും ഇഷ്ടമല്ല. അത്രയും നമ്മുടെ സ്നേഹം പ്രൊട്ടക്ട് ഉണ്ടെന്നാണ് ആ വ്യക്തി പറയുന്നത്. നമ്മുടെ സ്നേഹം അത്രയും പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങളോട്. എന്നിട്ടും പല പ്രശ്നങ്ങളും വരുന്നു, സാഹചര്യം കൊണ്ടാണ് പല പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചിരിച്ച മുഖം കാണാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക്. ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിലാണ്. നീ എന്നെ ഇങ്ങനെ ഡൗട്ട് ചെയ്യല്ലേ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. എന്നെ നീ ഡൗട്ട് ചെയ്യല്ലേ, ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല, എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പം എന്നെ നീ ഡൗട്ട് ചെയ്യല്ലേ എന്നാണ് പറയുന്നത്. സ്നേഹത്തിന്റെ രാജാവാണ് കിങ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ രാജാവ്. അത്രയും സ്നേഹമാണ് ഉള്ളില്. ഇവിടെ ഏസ് ഓഫ് കപ്പ് കിട്ടിയിരിക്കുന്നത് അത്രയും സ്നേഹമാണ്. പക്ഷെ ഒന്നും പ്രശ്നങ്ങൾ ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് വ്യക്തി പറയുന്നത്. ഞാൻ എങ്ങനെ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കും, എന്നെ നീ ഡൗട്ട് ചെയ്യല്ലേ. അടുത്തത് 3 ഓഫ് പെന്റിക്കിൾ. മറ്റുള്ളവർ തടസ്സപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട്. ഒന്നിലധികം പേരുണ്ട്. 3 ഓഫ് പെന്റിക്കിൾ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടികൾ 2-3 എണ്ണം ഉണ്ട്. നിങ്ങളെ തമ്മിൽ ചാൻസ് കിട്ടുമ്പം സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താര് പറഞ്ഞു കൊടുത്താലും ആ വ്യക്തി നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. ആ സ്ഥാനം മറ്റൊരാൾക്കും ആ വ്യക്തി കൊടുക്കില്ല. ജോലിയിൽ ആ വ്യക്തിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നം കാരണം, ഡൗട്ട് ചെയ്യുന്നത് കാരണം ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. 2-3 പേര് തേർഡ് പാർട്ടികളായിട്ടുണ്ട്. അവരെല്ലാം നിങ്ങളെ കൊണ്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആരൊക്കെയോ ഈ വ്യക്തിനെ ഉപദേശിക്കുന്നുണ്ട്. എന്നാലും ആ വ്യക്തി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നീ എന്നെ ഡൗട്ട് ചെയ്യല്ലേ എന്നാണ് ആ വ്യക്തി പറയുന്നത്. മറ്റുള്ളവരെല്ലാം എന്തോ പ്രശ്നങ്ങൾ പറഞ്ഞോട്ടെ, അത് നമുക്ക് കാര്യമാക്കണ്ടേയില്ല. നീ എന്നെ ഡൗട്ട് ചെയ്യല്ലേ എന്നാണ് ആ വ്യക്തി പറയുന്നത്. അടുത്തത് ഹാങ്ക്ഡ് മാനാണ്. ഒരു പുതിയ കാഴ്ചപ്പാട്, എല്ലാ കാര്യങ്ങളും നീട്ടി വെക്കുകയാണ്, ആക്ഷൻ എടുക്കാതെ. ഒരു സ്പിരിച്വൽ അവേക്കനിൽ കൂടിയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ഒരു ശിക്ഷ അനുഭവിക്കുന്ന പോലെയാണ് ആ വ്യക്തിക്ക് തോന്നുന്നത്. ത്യാഗം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. നിങ്ങളെ വിട്ടുപോകാൻ ആ വ്യക്തി ഒരിക്കലും തയ്യാറല്ല.
നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹത്തിൽ ആ വ്യക്തി സറണ്ടാണ്. ഇനിയൊരു ലോകം ഇല്ല ആ വ്യക്തിക്ക്. ഇത്രയും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ്. ഇവിടെ എംബറസ് കിട്ടിയില്ലേ, അതുപോലത്തെ സ്നേഹമല്ലേ രണ്ടുപേരും തമ്മിൽ. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. സ്റ്റക്കായ സിറ്റുവേഷനിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കാം. തമ്മിൽ ഡൗട്ട് ഉണ്ടായാൽ പിന്നെ ലൈഫിൽ വളരെ ബുദ്ധിമുട്ടാവും. അടുത്തത് ക്യൂൺ ഓഫ് പെന്റിക്കലാണ്. എല്ലാം തികഞ്ഞ സ്റ്റേബിളായ ഒരു വ്യക്തിയാണ്. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു ലൈഫ് വേണം നമുക്ക്. കോൺഫിഡൻ്റ് വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ നിന്നെല്ലാം മാറി നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തണം. നിങ്ങളെയും കൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ലൊരു ലൈഫ് വേണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ കെയറിങ് ആണ്, എല്ലാമാണ്, പക്ഷേ ഡൗട്ടും ആണ്. നിങ്ങളെയും ജോലിയെയും ഒന്നിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ. പുതിയ കാര്യം എന്തോ ആ വ്യക്തി പഠിക്കുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റിയുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ആ വ്യക്തിയുടെ. ക്യൂൺ ഓഫ് പെന്റിക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒരു ഇൻഡിപെൻഡൻ്റായ ഒരു വ്യക്തിയാണ്. ഇത് 6 of Wands ആണ്. 6 of Wands എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു സക്സസ്, പ്രാക്ടിക്കലായിട്ട് വിജയിച്ചു വരുന്നത്, അറിയപ്പെടുന്ന ഒരു സക്സസ്സിലെല്ലാം ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോ പ്രയത്നിച്ച് വിജയിച്ചതാണ്. ഒരു അഭിമാനത്തോടു കൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. സന്തോഷം വരുന്നുണ്ട്. ഈ യൂണിയൻ എന്തായാലും സംഭവിക്കും. ലൈഫ് ലോങ് നിങ്ങളെ തന്നെ വേണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. എനിക്ക് നീ എന്ത് ഡൗട്ട് ചെയ്യണ്ട, എന്നെ ഡൗട്ട് നീ ചെയ്യണ്ട, എനിക്ക് നിന്നെ ലൈഫ് ലോങ് നിന്നെ തന്നെ എനിക്ക് വേണമെന്ന് പറയുന്നത്. മാരേജിൽ തന്നെ നിങ്ങളുടെ മാരേജ് ചെയ്ത് നല്ല എംബറസായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കാണുന്നത്. അടുത്തത് മജീഷ്യൻ. എന്തും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തി, എന്തും നേടിയെടുക്കാൻ ഒരു പവറുള്ള വ്യക്തിയാണ്. നിങ്ങളെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട പണിയെല്ലാം ആ വ്യക്തി എടുക്കുന്നുണ്ട്. അടുത്തത് ഏസ് ഓഫ് കപ്പാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹം അങ്ങനെ വഴിയൊഴുകുക, വ്യക്തിക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റുന്നില്ല. നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നത്, പക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് കൊല്ലുകയാണ്. സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്, ഡീപ്പായ പ്രണയമാണ്. അതാണ് ഈ ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂർധന്യത്തിലാണ്. നിങ്ങളെ വന്ന് ഒന്ന് കാണണം എന്നൊക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഒന്ന് ഓടി വരാനല്ല ആഗ്രഹിക്കുന്ന ആ വ്യക്തി. വായുവിലേക്കൂടെ പറന്നു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത്രയും നിങ്ങളിലേക്കൊന്ന് വേഗം വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അത്രക്ക് എന്താ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അത്രയ്ക്കും ആ വ്യക്തി ഒന്ന് നിങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്. അടുത്തത് 7 of Pentacles. ഒരുപാട് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടു. നിങ്ങളെ ദേഷ്യം മാറ്റാനും മറ്റും വരെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും ആ വ്യക്തിക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. നിങ്ങളെ ഭാഗത്തു നിന്നൊന്നും കിട്ടുന്നില്ല. ഞാനിങ്ങനെ സ്നേഹം ഓവർഫ്ലോയിങ് ആയി സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഏസ് ഓഫ് കപ്പ് പോലെ ഒരുപാട് ഞാൻ എഫേർട്ട് ഇട്ടു, ഒരുപാട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, എന്നിട്ട് നിങ്ങളിൽ നിന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല, തിരിച്ചൊന്നും കിട്ടുന്നില്ല എന്നാണ് ആ വ്യക്തിയുടെ പരാതി. പിന്നെ എന്നെ ഡൗട്ട് ചെയ്യല്ലേ, എന്നെ ഇങ്ങനെ ഡൗട്ട് ചെയ്യല്ലേ, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ആ വ്യക്തി പറയുന്നത്. മറ്റുള്ളവരെല്ലാം അങ്ങനത്തെയാണ് ഇങ്ങനത്തെയാണ് എന്നൊക്കെ പിന്നെ പറഞ്ഞു കൊടുത്താലും ആ വ്യക്തി അതൊന്നും ചെവിക്കൊള്ളുന്നില്ല.
പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളെ വന്ന് കാണാനും എല്ലാം ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് ആ വ്യക്തിക്ക് ഇവിടെ കാണുന്നത്. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക, നിങ്ങളിൽ നിന്നുള്ള റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു പ്രതീക്ഷ നഷ്ടപ്പെടാൻ തുടങ്ങിയെന്നാണ് ആ വ്യക്തി പറയുന്നത്. എന്നെ ഇങ്ങനെ ഡൗട്ടും ചെയ്ത് എന്നെ കൊല്ലല്ലേ എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഒരു റിസൾട്ട് കിട്ടാതെ വിഷമിക്കുന്ന ഒരു വ്യക്തി, അതാണ് 7 ഓഫ് പെന്റിക്കൽ. വെറുതെ ഡൗട്ട് ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല. ചിലപ്പം എല്ലാവരും പലരുമായിട്ട് ബന്ധപ്പെടേണ്ട ജോലിയാവാം. അപ്പോൾ ആ ഒരു ഇതിലുള്ള ഒരു ഡൗട്ട് ആവാനാണ് ഇവിടെ സാധ്യത. അടുത്തത് 7 ഓഫ് കപ്പാണ്. 7 ഓഫ് കപ്പ് നല്ല അടിച്ചു. ഒരുപാട് ചോയ്സ് ആ വ്യക്തിക്ക് ഉണ്ട്. ആ വ്യക്തിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജോലി, പലരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട ജോലിയും കാര്യങ്ങളാണ്, ഒരുപാട് ചോയ്സ് ഉണ്ട്. പക്ഷെ ആ വ്യക്തി അതിലൊന്നും വീണു പോകുന്ന ഒരു വ്യക്തിയല്ല. വീണു പോകുന്ന വ്യക്തി ചോയ്സ് ഇല്ലെങ്കിലും പോയിട്ട് വീണോളൂ. ഇനിയിപ്പം ഒരുപാട് ചോയ്സ് ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ജോലിയായാലും വീഴാത്ത വ്യക്തി വീഴില്ല. അവരെ മനസ്സിനെ അങ്ങോട്ട് ആർക്കും അങ്ങ് സ്പർശിക്കാൻ കഴിയില്ല. ആ വ്യക്തിൻ്റെ നിങ്ങൾക്ക് മാത്രം തന്ന സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിനായിട്ട് ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയാണ്. എന്ത് ജോലി അങ്ങനത്തെ ആയാലും നമ്മൾ അങ്ങോട്ട് ഓക്കെ പറയേണ്ട ആരെങ്കിലും നമ്മളവിടെ ഇങ്ങോട്ട് കളിക്കാൻ വരുമോ? ഇത് നമ്മൾ തന്നെ വിചാരിക്കണ്ടേ. അവിടെ ജോലിയൊന്നും എങ്ങനത്തെ ജോലിനെയൊന്നും കുറ്റം പറയണ്ട. ജോലി എന്തായാലും എനിക്കതൊന്നും പ്രശ്നമില്ല. ഞാനായിട്ട് നിൽക്കുന്നതെന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങളോട്. എനിക്ക് ഞാൻ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്, ആ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആര് അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ അതിലൊന്നും വീഴുന്ന ആളല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. അത്രയും ഒരു ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. അടുത്തത് 8 ഓഫ് പെന്റിക്കൽ, ബോട്ടം. മാറ്റമില്ലാതെ അങ്ങനെ തന്നെ പോകുന്നു ജോലി. രണ്ടുപേരും എഫേർട്ട് ഇടുന്നത്. അർഹമായ സ്നേഹം കിട്ടണം. നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങൾ അർഹിക്കുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് തരണം. ഒരുപാട് സ്നേഹം ഇങ്ങനെ ഏസ് ഓഫ് കപ്പായിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുക. സ്നേഹം തരാനും പറ്റുന്നില്ല. നിങ്ങൾ മുഖമണ്ണം വെറുപ്പിച്ച് നടക്കുന്നു. ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടല്ല, ഒരു സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. അത്രയും എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നാണ് വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇതുവരെ പറ്റാത്ത സ്നേഹം മൊത്തം തരണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി. നിങ്ങളുടെ ദേഷ്യമല്ല ഓടി വന്നിട്ട് നിങ്ങളിന്ന് ഹഗ് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് മാറും എന്നല്ലാണ് ആ വ്യക്തി വിചാരിക്കുന്നത്. നിങ്ങൾ വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ടല്ല. ശ്രീരാമസ്വാമി ഉണ്ട്, വിഘ്നേശ്വരനുണ്ട്, രണ്ടും എടുക്കുന്നത്. അപ്പോൾ ശ്രീരാമസ്വാമിയും വിഘ്നേശ്വരനും പറയുന്നത്, നിങ്ങൾ ഡൗട്ട് ചെയ്യണ്ട, നിങ്ങളുടെ വ്യക്തി വളരെ വളരെ ശ്രീരാമസ്വാമിയെ പോലെയാണ് എന്നാണ് പറയുന്നത്. അത്രയും സത്യസന്ധനാണെന്നാണ് പറയുന്നത്. വിഘ്നേശ്വരനും പറയുന്നത്, ഒരു വിഘ്നങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു വിഘ്നവും വരുത്തൂല, നിങ്ങൾ മുന്നോട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ശ്രീരാമസ്വാമി പറയുന്നത്, നിങ്ങളുടെ വ്യക്തിനെ നിങ്ങളിങ്ങനെ ഡൗട്ട് ചെയ്യല്ലേ, ശ്രീരാമസ്വാമിയെ പോലെ സത്യസന്ധനായ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോരും. I know I was distraction from your pain. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല. I bury myself in work to forget you. നിന്നെ മറക്കാൻ ഞാൻ ജോലിയിൽ മുഴുകുന്നു. I replay our conversation over and over.
നമ്മൾ സംസാരിച്ച കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർക്കാറുണ്ട്. ആലപ്പുഴ, തൃക്കേട്ട. ഉത്രട്ടാതി, ട്വിൻ ഫ്ലൈം. സി, വയനാട്. ടി, പത്തനംതിട്ട. ഉത്രം, മെയ്. മലപ്പുറം, ജി. ചെന്നൈ, ആക്ടർ. ട്രാവൽ, ബിസിനസ്. ട്രിവാൻഡ്രം, യു. ആയില്യം, ജനുവരി. തൃശ്ശൂർ, എം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.